Hello everyone, welcome to Sach Media. ഇന്ന് ഞങ്ങൾ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർ ഷോ ആണ്. കാർ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കാർ ഷോ അല്ല, ഇത് ഇമ്പോർട്ടഡ് കാർസ് ആണ്, ഇമ്പോർട്ടഡ് സ്പോർട്സ് കാർസ്, ലാംബോർഗിനി, ഫെറാറി, ദെൻ റോൾസ് റോയ്സ്, മെക്ലാരൻ, അങ്ങനെയുള്ള ഒരുപാട് കാർസുകൾ ഇമ്പോർട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇത് ടോക്കിയോയിൽ ചിബ എന്ന് പറയുന്ന പ്രിഫെക്ചറിലാണ്, ജപ്പാനിൽ ഒരു സീ സൈഡിലൊരു ഓപ്പൺ സ്പേസ് ഉണ്ട്, അവിടെയാണ് അത് ഷോയ്ക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം. വി ആർ സോ എക്സൈറ്റഡ്. ആരോ ആണത് റെക്കോർഡ് ചെയ്യുന്നത്. സോ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം എങ്ങനെയുണ്ട് സംഭവം. ഓക്കെ, താങ്ക് യു. ഹലോ, ഇതാണ് ഈ പറഞ്ഞിരുന്ന സ്ഥലം. ഇത് കണ്ടോ, ഇവിടെ ഒരുപാട് കാശുണ്ട്. ആ റോ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ, കുറേ നമുക്ക് സൂം ചെയ്യാൻ പറ്റില്ല. അതുമാതിരി ഇതൊരു ബേരിയാണ്, അപ്പോൾ ഈ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് നമുക്ക് 1 by 1 ആയിട്ട് കാണാം. അപ്പം ഈ കാറ് ഇത് ആക്ച്വലി ഇത് മെക്ലാരൻ ആണ്. മെക്ലാരൻ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു കാറാണ്. സ്പോർട്സ് കാറിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ഒക്കെയാണ്. കൺവേർട്ടബിളും ഉണ്ട്. ഇത് കൺവേർട്ടബിൾ ആണെന്ന് തോന്നുന്നു, പക്ഷേ അത് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ജസ്റ്റ് ഡോറെല്ലാം കണ്ട ഒരു ബട്ടർഫ്ലൈ ടൈപ്പ് ഓഫ് ഡോറുകളാണ്. ഓക്കെ, നമുക്ക് ഓരോരോ കാറുകൾ നോക്കി കാണാം എങ്ങനെയുണ്ട്. ഇത് ഇങ്ങനെ റോല് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇതെല്ലാം മെക്ലാരൻ ആണ്. അടിപൊളി. ഇതെനിക്കൊരു 6 months 1 ഷോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലായിട്ടാണെന്ന് തോന്നി ഈ ഷോസ് അവർ നടത്താറ്. ഞാൻ 2-3 വർഷം മുന്നേ വന്നിട്ടുണ്ട്. അടിപൊളിയല്ലേ. ഫെറാറിയുടെ കാറുകളുണ്ട്. വീണ്ടും ഇത് കോവറ്റ്, അതൊരു അമേരിക്കൻ ബ്രാൻഡാണ്. ഇതെല്ലാം അതാണ്. ഓക്കെ, സൂപ്പർ ഡിസൈനുകളല്ലേ, ഒരു രക്ഷയില്ല. ഇത് കുറച്ചും കൂടി സീയുടെ അടുത്തോട്ടുള്ള ഏരിയ ആണ്. അത് കുറച്ച് മുകളിലത്തെ ലെയറിലായിരുന്നു. ഇപ്പോൾ ഇവിടെയും കുറച്ച് വൈഡായിട്ടുള്ള സ്പേസ് ഉണ്ട്. ഇവിടെയാണ് ഒരു കാറ് കാണേണ്ടത്. ഈ ഒരു റോ കംപ്ലീറ്റും ഉണ്ട്. പിന്നെ അങ്ങോട്ട് ഒരു റോ ഉണ്ട്, ഒരു L ഷേപ്പിലുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലത്തെ ലെയറിലും ഉണ്ട്. ഈ ഏരിയയിലൊക്കെ ലംബോർഗിനിയാണ് ഉള്ളത്. പിന്നെ ഫെറാറി എനിക്ക് തോന്നുന്നു അപ്പുറത്തുണ്ട്. ഈ സൈഡിലും കുറച്ച്. ഇതൊക്കെ ലംബോർഗിനിയാണ്. ഈ റോ കംപ്ലീറ്റ് ലംബോർഗിനിയുടെ ഡിഫറെൻറ്റ് ഡിസൈൻസ് ആണ്. ഗോൾഡൻ, ബ്ലൂ, പല മിക്സഡ് കളേഴ്സ്, വൈറ്റ്, ബ്ലൂ, എല്ലാ സാധനങ്ങളും ഉണ്ട്. സൂപ്പറായിട്ട് യെല്ലോ അടിപൊളി കാറുകൾ വെച്ചിരിക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടെല്ലാം പോവാം. പിന്നെ അതിന് മുകളിൽ ഇനി ഫെറാറി ഏറ്റവും മുകളിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ വേറെ ഏതൊക്കെയോ മോഡൽസ് ഉണ്ട്, പോയി നോക്കാം. ഓക്കെ, ഇതൊക്കെ ലംബോർഗിനിയുടെ ഓരോരോ ഡിസൈൻസാണ്. ഇവിടെല്ലാം ഒരു യെല്ലോ. ഇത് ഏതെന്ന് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. അത്രയും അധികം കാറുകളാണ്. ഇത്രയധികം കാറുകൾ ഒന്നിച്ച് കാണുന്നത് ഭയങ്കര റയറാണ്. നീ ഒന്ന് ഇത് പല സ്ഥലങ്ങളിലുള്ള ആളുകൾ ഇങ്ങനെ ജോയിൻ്റ് ആയിട്ട് ഒരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അവർ കൂടെ ജോയിൻ ചെയ്തിട്ട് അവരുടെ ഷോക്ക് വെക്കുന്നതെന്ന് തോന്നുന്നു. പേഴ്സണൽ കാറുകളായിരിക്കും, പക്ഷെ ഇവർ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നതായിരിക്കും. ഇവിടെ എല്ലാം ഉണ്ട്. അങ്ങോട്ടൊക്കെ ആ എൻഡ് വരെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് അധികം പോകുന്നില്ല. ഇനി ഈ സൈഡിൽ ഒത്തിരി കവർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് ടൈപ്പ്, ഇത് അടിപൊളി ഒരു ബ്ലൂ, സൂപ്പർ. ഇതൊരു ഗോൾഡൻ വൺ. ഇതും ഒരു ബട്ടർഫ്ലൈ വിൻഡോ മാതിരിയാണ്. ഇതൊരു വൈറ്റ് അല്ല, ഒരു ആഷ് കളർ മാതിരി തോന്നുന്നു കണ്ടിട്ട്. ഓ, ഇത് അനദർ വൺ. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഓ, ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലാണ്. കുറേ ബട്ടൺസ് ഉണ്ട്. എൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് വലിയ ഐഡിയ ഇല്ല. എന്തായാലും ഒക്കെ മേടിച്ചിട്ട് ഓടിക്കാൻ പറ്റിയാൽ അടിപൊളി. ടോയ്സ് വെച്ചിരിക്കുന്ന കാര്യമുണ്ട് ദൂരം നോക്കുമ്പോൾ. അത്രയും അധികം
ലംബോഗിനീസാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ലൈറ്റ്സൊക്കെ നോക്കിയാൽ ഭയങ്കര അടിപൊളിയായിട്ട് എന്താ ലൈറ്റ് കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തോ ചിലപ്പോൾ എക്സ്റ്റൻഷൻ ഇത് കുറച്ചും കൂടി ബ്രൈറ്റ്ന എന്തിനാണെന്ന് അറിയില്ല, എന്തെങ്കിലും ഒരു ഫീച്ചർ ഉണ്ടായിരിക്കും. ഇത് അടുത്തതൊരു നേവി ടൈപ്പ്, ഇതൊരു വെറൈറ്റി കളർ, അതുവരെ കണ്ടിട്ടില്ല. ഇതൊരു ഫൈറ്റേഴ്സ് സംതിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സ്റ്റിക്കേഴ്സ് എല്ലാം ഒട്ടിച്ച് ഭയങ്കര ലോ ഇതൊക്കെ ഇതിൻ്റെ ബോഡി താഴെ കിടക്കുന്നത്. ചെറിയൊരു ഹമ്പ് വന്നാൽ തന്നെ തട്ടാവുന്ന നോക്കി ഇതിൻ്റെ ഗ്യാപ്പ് നോക്കും. എൻ്റെ അമ്മോ, ഈ ഫോണും എൻ്റെ ഒരു വിരലിൻ്റെ അത്രയും കൂടി ഗ്യാപ്പില്ല ഇതിൻ്റെ അകത്ത്, സ്റ്റെപ്പേ ഇല്ല എന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് ഓടിക്കുന്നത് എന്നുള്ളതാണ്. മിക്കവാറും അത് ഊരി വയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ താഴെ തട്ടും. ചെറിയ ഒരു ഹമ്പ് കണ്ടോ, ഇതൊക്കെ ഫ്രണ്ട് നോക്ക്, ഞാൻ ഫോൺ വെച്ച് കാണിക്കാം. നോക്ക്, എൻ്റെ ഒരു വിരൽ ഇത്രയേ ഉള്ളൂ. അല്ല, ഞാനൊന്ന് കാണിച്ചാണ്. ഇതെങ്ങനെയാ ഇത്ര താഴെ കൂടി എങ്ങനെയാ പോവല്ലേ, തട്ടില്ലേ? ഓ, ഇത് അടിപൊളിയൊരു കളറ്. നമുക്കതിനകത്ത് കയറിയിരിക്കാൻ തോന്നുന്നു. ഓഫ്, അകത്ത് റെഡ് രക്ഷയില്ല. ഇത് സി ആണ് ശരിക്കും. അപ്പുറത്ത് മുകളിൽ അങ്ങോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ സി ആണ്. ഇതൊരു ബേ ഏരിയയാണ്. അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങളും ഷിപ്പും ചെറിയ ചെറിയ ഫിഷിംഗ് ബോട്ടായിരിക്കും ചിലപ്പോൾ. അല്ല, ഫിഷിംഗ് ബോട്ടും പിന്നെ എനിക്ക് തോന്നുന്നു ചെറിയ ടൂറിസ്റ്റ് ബോട്ടുകളാണെന്ന് തോന്നുന്നു. ഇത് ഈ ഒരു ഏരിയ മൊത്തം ഇത് തന്നെ. ഇത് വേറൊരു ലംബോഗിനി. ഓ, ഇതൊക്കെ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇവന്മാരുടെ ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നേരെ എടുത്തിട്ട് ഈ ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പോകുന്നത് കാണാൻ രസമായിരിക്കും. ഇത്രയും സംഭവങ്ങൾ എല്ലാം ഒരു സൈഡിലൂടെ ആയിരിക്കും പോവുക. അപ്പോൾ അത് പറ്റിയാൽ നമുക്ക് എടുക്കാം. ഒരുപാട് വണ്ടികൾ ഇങ്ങനെ ഒന്നിച്ച് പോകുമ്പോൾ ഭയങ്കര സൗണ്ടാക്കി അവർ റേസ് ചെയ്ത് നമ്മുടെ ഫേവറേറ്റ് കളറാണത്, യെല്ലോ. ഈ മാതിരത്തെ കാറാണ് നമുക്ക് ശരിക്കും എനിക്കിഷ്ടം. ഓ, ഇതിൻ്റെ ബാക്കിൽ നോക്കി, എൻ്റെ അമ്മോ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു എക്സ്ട്രാ അവർ ചെയ്ത് വെച്ചായിരിക്കും. പക്ഷേ എൻ്റെ ഒരു സൈലൻസർ എല്ലാം എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയറായിട്ട് കാണാൻ പറ്റുന്നത്. ഒക്കെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് കേട്ടോ. ഇത് വേറൊരു ഗ്രീൻ വരുന്നു. ഇതിപ്പോഴും ലംബോർഗിനിയുടെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് വരുന്തോറും ഇച്ചിരി മോഡലുകൾ പഴയതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഇത് അത്ര ലേറ്റസ്റ്റ് മോഡലല്ല ഈ ഇരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ട ലേറ്റസ്റ്റ് ആണ് ഇത്. ഇതും ഇതിൻ്റെ ലൈറ്റൊക്കെ നോക്കി ഇതൊക്കെ ഒരു പഴയ ടൈപ്പാണ്. അപ്പോൾ അവർ ആ എൻട്രൻസിന് അവിടെ വെച്ചിരിക്കുന്നതൊക്കെ പുതിയ ടൈപ്പും, ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് പഴയ ടൈപ്പ് കാറുകളാണ്. ഇത് കണ്ടോ, ഇതെല്ലാം അതിൻ്റെ ആ ഒരു ഡിസൈനും കണ്ടോ. ഫ്രണ്ടിലെ ലൈറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി. ഇൻറ്റീരിയറിൽ ചിലപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇത് വേറൊരു ടൈപ്പ് ഓഫ്, ഇത് പഴയ ഒരു ടൈപ്പാണ്. കംപ്ലീറ്റ് ഫെരാരിയാണ്. റെഡ്, ഇത് കൺവേർട്ടബിൾ. മറ്റേത് കൺവേർട്ടബിൾ ആണോ എന്നറിയില്ല. കൺവേർട്ടബിൾ ആണെങ്കിലും ബാക്കിൽ ഒരു ഇച്ചിരി സ്ഥലമുണ്ട് കേട്ടോ. ബാക്കിൽ നോക്കി ഇത്രയേ ഉള്ളൂ സ്ഥലം. ശരിക്കും ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷെ അത് ഇനഫല്ല. കുട്ടികൾക്കൊക്കെ ഇരിക്കായിരിക്കും. ഇതാണ് അതിൻ്റെ ഇൻറ്റീരിയർ. ഭയങ്കര റിച്ച് ലുക്കൊന്നുമല്ല. ഇതൊക്കെ കുറച്ച് ഇത്ര ലേറ്റസ്റ്റ് മോഡൽസ് അല്ല. ഞങ്ങൾ ഇപ്പോൾ ആ എൻഡിൽ നിന്നാണ് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകുന്തോറും ലേറ്റസ്റ്റ് മോഡൽസ് വരും തോന്നുന്നു. ഇത് കണ്ടിട്ട് ഇത് ലേറ്റസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഫെറാറിയുടെ ഇതൊക്കെ ഇനി ഫെറാറിയാണ്. ഇത് ഭയങ്കര ക്യൂട്ട്, ഭയങ്കര ഒരു സ്പോർട്ടീസാണ്. അടിപൊളി ഒരു ഗ്രീൻ. ഇതൊക്കെ വളരെ റെയറായിട്ട്, ഇതിൻ്റെ എല്ലാം ശ്രദ്ധിച്ചൊക്കെ ഇമ്പോർട്ടഡ് കാഴ്ചയാണ്. ഒക്കെ ഇതിൻ്റെ ജപ്പാനിൽ സാധാരണ ഉള്ളതൊക്കെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് നോർമലി. പക്ഷേ ഇത് റൈറ്റ് ഹാൻഡ് ആണ്. ഇത് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. അടുത്ത് ഇതിന് പ്യുവർ ടു സീറ്ററാണ്. ഇതിൻ്റെ 4 സീറ്റർ അല്ല. മറ്റേ നേരത്തെ നമ്മൾ കണ്ട് 4 സീറ്റർ ആണെങ്കിലും അതിൽ സ്പേസ് തീരെ ഇല്ല. ഇതിന് തീരെ സ്പേസ് ഇല്ല. അത് കുറച്ചും കൂടി ലേറ്റസ്റ്റ് മോഡലാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നോക്കി
と情報くれくれくれくれじゃないですか。ഇതിന്റെ ബാക്കിൽ നോക്കിയാ അടിപൊളി. 見てください。ここに持ってくるഅങ്ങോട്ട് കുറച്ചും കൂടി ഉണ്ടാവും, പോയി നോക്കാം. ここ手いっぱいだったんですね。 ഇത് അടുത്തത് ഒരു റെഡ്. ഇതൊക്കെ ഇത് കൂപ്പേ ടൈപ്പാണ്. ഇതൊക്കെ 2 സീറ്ററാണ്. ഇത് കൂപ്പേ ആണ്, പക്ഷേ കൺവേർട്ടബിൾ ആണോ എന്ന് അറിയില്ല. കൺവേർട്ടബിൾ ആണെങ്കിൽ അവർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും ഒരു കൂപ്പേ ടൈപ്പാണ്. ഇതിൻ്റെ ഫ്രണ്ട് നോക്കി നോക്കിയാൽ ഈ ഒരു വൈറ്റ് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു വേറൊരു കുറച്ച് കുഴിഞ്ഞ് രണ്ട് സൈഡിലും, പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ അവിടെ ഇച്ചിരി പൊങ്ങി, ഇത് ഭയങ്കര ഒരു ഹെവി ലുക്കാണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ ടൈപ്പ് ഓഫ് സാധനങ്ങളാണ്, ഈ വൈറ്റും ഇതും. ഇത് കുറച്ചും കൂടി ഒരു സിമ്പിൾ മോഡലാണ്. ഇതും കൊള്ളാം. ഇത് കൺവേർട്ടബിളാണ്. എല്ലാം 2 സീറ്റേഴ്സാണ്. ആ ഒരു നേരത്തെ ഒരു സാധനം കണ്ടത് മാത്രമേ 4 സീറ്റർ ഉള്ളൂ. അതും ഇച്ചിരി സ്പേസ് കുറവാണ്. なるほど。はいはいはいはいはいはい。ഇത് കുറച്ച് ഭയങ്കര സിമ്പിളായി. さあ探しますよ。はい。 ഇത് രക്ഷയില്ല കേട്ടോ. എൻ്റെ ഒരു ലൈറ്റ് ഈ വിൻഡോ നോക്കി, വിൻഡോ ഒരു വേറെ കളേഴ്സൊക്കെ വന്നിട്ട് ഒരു മിക്സഡ് കളേഴ്സ്. വിൻഡോ മാത്രമല്ല കേട്ടോ, അതിൻ്റെ മിററും വേറൊരു കളറുണ്ട്. ഇതിൻ്റെ ബാക്ക് എന്നുള്ളൊരു വ്യൂ, വാവ്, അടിപൊളി. ഇത് രണ്ടും ഒരേ ടൈപ്പാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഈ നേരത്തെ കണ്ട ഒരു ബ്ലാക്ക് അല്ല, ഒരു ഡാർക്ക് ആഷ്, എന്താ പറയുക, ബ്ലാക്ക് തന്നെയാണത്. ഓക്കെ, ഇത് രണ്ടും ഒരേ ടൈപ്പാണ്. അതിനാണ് കുറച്ചും കൂടി ലുക്ക് വരുന്നത്. ഇത് വേറൊരു ടൈപ്പ്. ഇതും പക്ഷെ ഭയങ്കര ഹെവിയാണ്. ഇത് ആരോ ഉണ്ട് ഇവിടെ. ആരവിന് എന്തൊക്കെയോ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ അവൻ്റെ ഒരു ഡിമാൻഡായിരുന്നു ഇവിടെ വന്നിട്ട് അവന് സാധനങ്ങൾ മേടിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കണം. എന്താ വേണ്ടായിരുന്നു? അതെന്താ മീറ്റ് അല്ലേ? ഹാമാണോ? അല്ല, നോക്ക് വേണ്ട എന്താ വെച്ചാൽ നോക്കിയിട്ട് പറ. സോ ഇവിടെ കുറേ ഇതൊക്കെ സ്പോൺസേഴ്സ് ആയിരിക്കും. ഇവരൊരു സ്റ്റേജ് ഒക്കെ വെച്ചിട്ട് എന്തൊക്കെയോ അനൗൺസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും സ്പോൺസേഴ്സ് ഡിസ്കഷൻ മാതിരി നടക്കുന്നുണ്ട്. ഈ ഏരിയയിൽ ഇവിടെ മസാരാട്ടി ഉണ്ട് കേട്ടോ. മസാരാട്ടീനെ അങ്ങോട്ട് പോവാം. ഓക്കെ, ആ സൈഡിലാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം നമ്മൾ വന്ന ഒരു സ്ഥലത്ത് തന്നെ എത്തി. ഇത് മെക്ലാരൻ്റെ ഒരു ഏരിയ ആണ്. സ്റ്റാർട്ടിങ്ങിൽ മെക്ലാരൻ ഇംഗ്ലണ്ടിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് സൂപ്പർ കാർസ് ആണ്. അപ്പോൾ ഇതെല്ലാം മെക്ലാരൻ്റെ ഒരു ബാക്ക് എന്നുള്ള വ്യൂ നമ്മൾ എടുത്തത് വൈൻഡ് അപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ഇത് ആ ഒരു റോല് വെച്ചിരിക്കുകയാണ് അവർ. അത് ഭയങ്കര അടിപൊളിയായിട്ട് സൂപ്പർ അല്ലേ, ഒരു രക്ഷയില്ലാത്ത കാറുകളാണ്. ഇതിൻ്റെ ഒരു സൗണ്ട് എല്ലാം നമുക്ക് അറിയണമെങ്കിൽ ഇവരിത് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യണം ചിലപ്പോൾ ഉടനെ തന്നെ ഒരു 5 മിനിറ്റ്സിൻ്റെ അകത്ത് മിക്കവാറും വൈൻഡ് അപ്പ് ചെയ്യും. വൈൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ 1 by 1 ആയിട്ട് പുറത്തോട്ട് എടുക്കും. അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ കുറച്ച് വീഡിയോസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് തന്നെ മസാരാട്ടിയാണ്. അപ്പം ഇതോടുകൂടി കാറിൻ്റെ ഞാൻ ഓൾമോസ്റ്റ് കവർ ചെയ്തു. ഇനി നമുക്ക് കുറച്ചും കൂടി ഉള്ളത് ചിലപ്പം പോകുന്ന സമയത്ത് കുറച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ബൈ. ഇത് ഓരോരോ വണ്ടികൾ എടുത്ത് തുടങ്ങിയിട്ടാണ്. ഇതൊരു ഭയങ്കര അടിപൊളി വ്യൂ ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് പോകുന്ന കാറാണത്. അടുത്തൊരു ഫെരാരി അവിടുന്ന് മൂവ് ചെയ്തു. ഇതിൻ്റെ സൗണ്ട് ഇപ്പം അങ്ങോട്ട് വരുന്നത് കാണാം. ഒരു ചെറിയ കൊച്ച് ലംബോർഗിനിയിൽ വരുന്നതാണ്. ഈ കൊച്ചിൻ്റെ അച്ഛൻ്റെ കയ്യിലും എല്ലാം മിക്കവാറും ലംബോർഗിനി ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു സ്മോൾ വേർഷനാണ്. മെക്ലാരൻ പോകുന്നു. റോൾസ് റോയ്സ് എന്താണ് വരാത്തതെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, പക്ഷേ അത് വന്നു സാധനം.
ഫെറാറിയുടെ റോഡിൽ നിന്ന് വണ്ടികൾ ഇറങ്ങി തുടങ്ങി. ഇതെല്ലാം ഫെറാറീസാണ്. എന്തുവാണ് കഴിക്കുന്നേരം? ആരോടെ വന്ന് ഫുഡെല്ലാം എൻജോയ് ചെയ്യുക. ഇവിടുത്തെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനത്തെ പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ ആരോടെ മെയിൻ അട്രാക്ഷൻ ഫുഡ് കഴിക്കൽ, ഐസ്ക്രീം കഴിക്കൽ, ഇതൊക്കെയാണ് ആരോടെ മെയിൻ അട്രാക്ഷൻസ്. പക്ഷേ അവന് ഇഷ്ടമാണ് കാറുകളൊക്കെ.